നടൻ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോ വാഹനാപകടത്തിൽ മരിച്ച കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് അടുത്തുവെച്ച് ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഷൈനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൈനിന്റെ ചികിത്സയ്ക്കായി തൃശ്ശൂരിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കുടുംബം. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയിൽ, പ്രത്യേകിച്ച് ഈ സമീപ നാളുകളിൽ ഉയർന്നു വന്ന ലഹരി വിവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൊക്കെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒപ്പം നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ചാക്കോ. മാത്രമല്ല, ആ വിവാദത്തിന്, സംഭവത്തിന്, ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പിന്നാലെ ഷൈൻ ടോം ചാക്കോയെ ഈ ലഹരി വിരുദ്ധ അല്ലെങ്കിൽ ലഹരി മുക്തി കേന്ദ്രത്തിലാക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ എന്നും കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ വിയോഗം സ്വാഭാവികവും വലിയ നഷ്ടം തന്നെയാണ്, വലിയ വേദന തന്നെയാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ടോം പറഞ്ഞത് ശരിക്കും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട വിവാദങ്ങളിലെല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ കൈ പിടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയും എന്താണോ ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളത് എന്നതെല്ലാം അച്ഛനായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഇടപാട്, ഈ ഒരു ഷൈൻ ടോം ചാക്കോയുടെ വിവാദ വിഷയങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതായിക്കോട്ടെ, ഈ പിന്നീട് ഉള്ള ഓരോ നീക്കത്തിലും അമ്മയുടെ ഓഫീസിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിലും ഇവിടെ എല്ലാം കൊണ്ടുപോകുന്നത് ഷൈൻ ടോം ചാക്കോയുടെ പിതാവായിട്ടുള്ള ചാക്കോയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടാണ് ഇന്ന് രാവിലെ അറിഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണി കഴിഞ്ഞു അവർ തൃശ്ശൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടതാണ്. അത് ഷൈൻ ടോം ചാക്കോയെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകേണ്ട 2ാമത്തെ ദിവസമായിരുന്നു. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അവിടേക്ക് പോകേണ്ടത്. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ്, പോകുന്നതിനിടയിലാണ് സേലത്തിനടുത്ത് വെച്ച് ഈ ഒരു വാഹനാപകടം ഉണ്ടായത്. ട്രാക്ക് മാറി, ഫ്രണ്ടിൽ പോയ ലോറി ട്രാക്ക് മാറി വന്നതാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് വണ്ടി ഓടിച്ചിരുന്ന പാച്ചു എന്ന അനീഷ് പറയുന്നത്. ഫ്രണ്ടിലുണ്ടായിരുന്നത് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനായിരുന്നു. പുറകിലായി നടുഭാഗത്തായിട്ടാണ് അച്ഛനും അമ്മയും ഇരുന്നത്. അതിന് ഏറ്റവും പുറകിലായിട്ടാണ് ഷൈൻ ടോം ചാക്കോ കിടക്കുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു. ഈ വാഹനം ഇടിച്ചു. അച്ഛൻ സീറ്റിൻ്റെ ഫ്രണ്ടിലേക്ക്, ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് പുറകിലാണ് അച്ഛൻ ഇരുന്നത്. ഡ്രൈവർ സീറ്റിലേക്ക് തലയിടിച്ചാണ് അദ്ദേഹം മരിച്ചത്. അനീഷ് പറയുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയങ്ങളിലൊക്കെ ചെറിയൊരു മൂളൽ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷെ പിന്നീട് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ കൈക്ക് പൊട്ടലുണ്ട്. അതിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മറ്റൊരു ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അമ്മയ്ക്കും സഹോദരനും ഗുരുതരമായിട്ടുള്ള പരിക്കില്ല, നിസ്സാര പരിക്കുകളേ ഉള്ളൂ. എന്തായാലും വലിയൊരു വേർപാട് തന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ച്. ഈ അവസാന നിമിഷങ്ങളിൽ പോലും അദ്ദേഹം തൻ്റെ മകന് വേണ്ടി, മകൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒപ്പം നിൽക്കുകയും അവനെ നല്ലൊരു മനുഷ്യനാക്കി തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. സിനിമാ സംഘടനയിലുള്ളവർക്കൊക്കെ വളരെ അടുപ്പമുള്ള, വളരെ സൗഹൃദം പുലർത്തുന്ന, നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ചാക്കോ. ഈ അടുത്ത ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് 2 മക്കളെ, അതായത് ഷൈൻ ടോം ചാക്കോയും സഹോദരനെയും വെച്ചുകൊണ്ടൊരു സിനിമ നിർമ്മിക്കാനൊക്കെ പദ്ധതി ഇടുന്നതായിരുന്നു. അതിൻ്റെ കരാറിനും അതിൻ്റെ മറ്റ് കാര്യങ്ങളും രജിസ്ട്രേഷനും ഒക്കെ സംഘടനകളും നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം കൂടി സംഭവിച്ചു എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. എന്തായാലും മൃതദേഹം നാളെ ആയിരിക്കും തൃശ്ശൂരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സേലത്തെ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയ്ക്കും വിദഗ്ധ ചികിത്സ വേണ്ടതിനാൽ അതുകൂടി പൂർത്തിയായതിനു ശേഷമായിരിക്കും കുടുംബം നാട്ടിലേക്ക് എത്തുക, തൃശ്ശൂരിലേക്ക് എത്തുക. ഇവിടെ നിന്ന് ഷൈൻ ടോം ചാക്കോയുടെ സഹപ്രവർത്തകരും അടുത്ത ബന്ധുക്കളും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. ടോം, യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അച്ഛനപ്പുറം വലിയ സുഹൃത്തിനെ പോലെ, പ്രത്യേകിച്ച് സിനിമാ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന, ഷൈൻ ടോം ചാക്കോയെ ശാസിക്കുന്ന, എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുമ്പോൾ ചേർത്ത് നിർത്തുന്ന, പിന്തുണയ്ക്കുന്ന ഒരു സ്നേഹനിധിയായ പിതാവായിരുന്നു ചാക്കോ. അതുകൊണ്ട് തന്നെയാണ് ചാക്കോയുടെ മരണം ഷൈൻ ടോം ചാക്കോയെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ ഏറെ വേദനിപ്പിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.